മഴയത്ത് തുണിയൊക്കെ ഉണക്കാനായിട്ട് അയയും വേണ്ട, വെയിലും വേണ്ട, ഒന്നും വേണ്ട കേട്ടോ. പഴയ PVC പൈപ്പ് ഉണ്ടെങ്കിൽ അതെടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഴലോ നമ്മുടെ ചൂലില്ലേ, ചൂലിൻ്റെ ഇത് കണ്ടോ, ഇതാണെങ്കിലും മതി. ചൂലിൻ്റെ ആ പിടിയില്ലേ, അതാണെങ്കിലും മതി. 2 സൈഡ് ഹോള് വേണം, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കാം സംഭവം. നീളത്തിലൊരു കുഴൽ പോലെ നമ്മൾ PVC പൈപ്പ് പഴയതുണ്ടെങ്കിൽ അതെടുക്കാം, എന്ത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതുപോലത്തെ 2 സൈഡും ഹോളിൽ നല്ല അത്യാവശ്യം ഇത്തിരി ബലം വേണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു സംഭവം എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ചരട് എടുക്കുക, ഒരു ചെറിയൊരു കയറെടുക്കുക കേട്ടോ. നല്ല ബലമുള്ളത് വേണം. അതിങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഹോളിലിട്ടിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ ഹോളിലെടുക്കുക. അപ്പോൾ നമുക്ക് ചൂലാണെങ്കിലും നമുക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. ഒരു സൈഡിൽ കൂടെ ഇട്ടിട്ട് ചൂലിൻ്റെ ആ പിടിയാണെങ്കിൽ ഒരു സൈഡിൽ കൂടെ എടുത്തിട്ട് മറ്റേ സൈഡിൽ കൂടെ ഇങ്ങനെ പിടിച്ച് നമുക്ക് ഇതുപോലെ തന്നെ കെട്ടാം. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്തോളൂ. ഇതാകുമ്പോൾ എന്താ പറയുക, മഴയത്ത് തുണി ഉണക്കാനായിട്ട് വെയിലത്തും ഇടണ്ട, തുണിക്ക് സ്മെല്ലും ഉണ്ടാവില്ല, നല്ല എയറും കയറും, തുണി ഉണങ്ങുകയും ചെയ്യും. അയയും വേണ്ട, കയറും വേണ്ട. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. കയറ് വേണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം തുണി ഉപയോഗിച്ചാലും മതി. ചെറിയൊരു തുണി കഷ്ണം കീറിയിട്ട് ഇതുപോലെ കെട്ടി വെച്ചാലും ധാരാളം കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് എവിടെയെങ്കിലും നമുക്ക് ആണിയിൽ എവിടെയെങ്കിലും തൂക്കിയിടാനാണ് ഞാൻ ഇത് വെച്ചിരിക്കുന്നത്. ശേഷം നൂലുണ്ടെങ്കിൽ കുറച്ച് നൂലെടുത്തിട്ട് നമ്മളത് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കും. ഇതിപ്പോൾ ഞാനൊരു ബനിയൻ തുണീനെ ഇങ്ങനെ വലിച്ച് ഇതുപോലെ ആക്കിയിരിക്കണം. ഒരു 7 എണ്ണമൊക്കെ ചെയ്തോളൂ. നമുക്കത് ഹാങ്ങറിൽ ഇങ്ങനെ തൂക്കിയിടാനാണ്. ഇത് കണ്ടോ, ഇതുപോലെ വലിയണം കേട്ടോ. ഇത്തിരി താഴ്ന്ന് നിൽക്കണം. അപ്പോൾ ഇത് കണ്ടല്ലോ, PVC പൈപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾ ഉണ്ടാക്കാം. അതൊക്കെ ഒരു മെനക്കെട്ടിട്ട് പണിയാണ്. അതിനെക്കാട്ടും നല്ല ഇതല്ലേ, ഇത് കണ്ടത് ഇങ്ങനെ നമ്മൾ കെട്ടുക. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ ഒരു വിരലിടാനുള്ള ഒരു ഗ്യാപ്പ് അതിന് വേണം. അപ്പോൾ ഇത് ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്കൂൾ തുറന്നിട്ടില്ല. സ്കൂൾ തുറക്കുമ്പോൾ ഇനി കൂടുതൽ വെക്കേണ്ടി വരും. അപ്പോൾ യൂണിഫോമൊക്കെ നനയുമല്ലോ. ഇപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഇനി അതെല്ലാം നമുക്ക് ഹാങ്ങറിൽ ഇടണം കേട്ടോ. എല്ലാം ഹാങ്ങറിൽ ഇട്ടിട്ട് വേണം നമുക്ക് വെക്കാനായിട്ട്, അല്ലെങ്കിൽ സ്മെല്ല് വരും. അപ്പോൾ ഗ്യാപ്പ് വേണം ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇത് നേരെ ഞാൻ ഈ തൂക്കി വെക്കാൻ പോകണം കേട്ടോ. ഇവിടെയാണ് നമുക്ക് നമ്മളിങ്ങനെ കെട്ടിയില്ലേ, അതിലാണ് നമ്മൾ ഓരോരോ തുണികൾ വെക്കുന്നത് കേട്ടോ. എത്ര വേണമെങ്കിലും വെക്കാം, വീഴൊന്നുമില്ല. അത് നമുക്ക് നല്ല സ്ട്രോങ്ങിൽ നിൽക്കും. ഇത് കേട്ടല്ലോ, കണ്ടോ, ഷർട്ട്, ചുരിദാർ, പാൻറ്റ്, ബനിയൻ എല്ലാം ഞാൻ അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. പാൻറ്റ് ഇട്ടിട്ടുണ്ട് കണ്ടോ, ബനിയൻ, ചുരിദാർ, പിന്നെ അത് പാൻറ്റ്, അതുപോലെ തന്നെ ഷർട്ട്. സ്കൂൾ തുറക്കുമ്പോൾ ഒരുപാടുണ്ടായി. ഇപ്പോൾ പിന്നെ നമുക്ക് അധികം ഉണ്ടാവാറില്ല, അങ്ങനെ ഉണങ്ങി പോവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മഴയത്ത് തുണി ഉണക്കാനായിട്ട് ഇനി അയ വേണ്ട, കയറ് വേണ്ട, വെയിൽ വേണ്ട, ഒന്നും വേണ്ട. എളുപ്പ വഴിയാണ്. സ്മെല്ലടിക്കില്ല, എയർ കയറും ചെയ്ത് നമുക്ക് വരാന്തയിൽ എവിടെയെങ്കിലും സ്റ്റോർ റൂമിൻ്റെ അവിടെ വർക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് ഞാൻ തൂക്കിയിടാം കേട്ടോ. അപ്പോൾ എയർ കയറുകയും ചെയ്യും. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇത് പഴയ PVC പൈപ്പ് അല്ലെങ്കിൽ ചൂലിൻ്റെ പിടി, എന്തെങ്കിലും ഒരു കുഴൽ പോലത്തെ ഒരു സാധനം, കോലാണെങ്കിലും മതി. നല്ല കനമുള്ള ഒരു കട്ടിയുള്ള കോലാണെങ്കിലും ധാരാളം. നമ്മുടെ മോപ്പിൻ്റെ കോലില്ലേ, അത് മുറിച്ചാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. എളുപ്പമാണ്. ഇനി എന്തായാലും മഴയാണ്, നല്ല അസൽ മഴയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ തുണി ഉണക്കാനും സ്കൂളും ഒക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ട് വരും. ഓഫീസിൽ പോയി വന്നു കഴിഞ്ഞാൽ ആ ഡ്രസ്സുകളൊക്കെ അലക്കാനൊക്കെ ആയിട്ട് ഉണങ്ങാനും. അപ്പോൾ ചെയ്തു നോക്കുക. താങ്ക് യു.